എന്തൊക്കെയുണ്ട് വിശേഷം? എന്നാ വിശേഷം? ഞങ്ങളുടെ സഭയ്ക്ക് മാനക്കേട് ഉണ്ടാക്കിയ ആ അഭയ കേസിന്റെ വെടി തീർന്നു. അത് എന്നാ വിശേഷം? അതെങ്ങനെ അതിന്റെ വെടി തീരും സാറേ? ആ കേസ് കോടതിയിൽ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. ഇനി അങ്ങനെ ഇരുന്നിട്ട് എന്നാടാ കാര്യം? നിർബന്ധിച്ച് ആരെയും നാർക്കോ ടെസ്റ്റ് നടത്തരുതെന്ന് ഇന്നലെ സുപ്രീം കോടതി വിധിച്ചത് നീ അറിഞ്ഞില്ലായിരുന്നു? അങ്ങനെ വരുമ്പോ ഞങ്ങളുടെ അച്ഛന്മാരും സിസ്റ്ററും കൊടുത്ത മൊഴി വിലക്കോ? ഇതാ ലാവലിൻ കേസിൽ നിന്ന് CBI ഞങ്ങളുടെ പിണറായി സഖാവിനെ ഊരി വിട്ടു എന്ന് പറയുന്ന പോലെയുള്ളൂ. സുപ്രീം കോടതിയുടെ ഈ വിധിയൊന്നും അഭയ കേസിനെ ബാധിക്കില്ല സഖാവേ. പൂർണ്ണ സമ്മതമാണെന്ന് അച്ഛന്മാരുടെയും സിസ്റ്ററിന്റെയും കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയിട്ടാ CBI ഈ ടെസ്റ്റ് നടത്തിയിരിക്കുന്നേ. അതറിയോ? കുറ്റാരോപിതരുടെ സമ്മതപ്രകാരം ഈ ടെസ്റ്റ് നടത്താമെന്ന് കോടതി ഇന്നലെ ഇതിന്റെ കൂടെ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. ഇവിടെ ഇപ്പൊ വിഷയം ഇത് മാത്രമല്ല സഖാവേ. ഈ കേസിൽ CBI കൊടുത്ത കുറ്റപത്രത്തില് ഈ നാർക്കോ ടെസ്റ്റിനെ കുറിച്ച് ആകെ ഒരു വരിയെ പറയുന്നുള്ളൂ എന്നല്ലേ പറഞ്ഞു കേൾക്കുന്നേ. അതായത് സാക്ഷികൾ നൽകിയ മൊഴിയിൽ നിന്നും ഡോക്ടർ മുകുന്ദന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതികളുടെ ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയിൽ നിന്നും വ്യക്തമായ കാര്യങ്ങൾ ശരിയാണെന്ന് നാർക്കോ പരിശോധനയിലും കണ്ടെത്താനായി എന്ന് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ അഭയ കേസിനെ ഇത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? ബാധിക്കൂലെന്നൊന്നും പറയാതപ്പാ. ഇന്നലത്തെ ആ വിധിയോടെ ആ കേസിൽ ഇനി ആരെയും ഈ ടെസ്റ്റിന് കൊണ്ടുപോകാൻ പറ്റാണ്ടായില്ലേന്നേ. അഭയ സിസ്റ്ററിനെ അവസാനം കണ്ട ഷേർലി സിസ്റ്ററിനെയും അവിടത്തെ അടുക്കളക്കാരി അച്ചാമ്മേനെയും തെരീസാമാനെയും ഇനിയിപ്പോ ഈ ടെസ്റ്റിന് കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനെ വരുമ്പോ ആ കേസ് കുഴയില്ലേന്ന്. അണ്ണാ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇനി ഈ ടെസ്റ്റുകൾ നടത്താൻ പാടില്ലെന്ന് കോടതി ഇന്നലെ പറഞ്ഞേ? കുഞ്ഞെ, കോടതി പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാലേ ഈ ടെസ്റ്റ് ഇങ്ങനെ നടത്താന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ലല്ലോ. മരുന്ന് കുത്തിവെച്ച് മയക്കിയിട്ടെടുക്കുന്ന മൊഴിയെന്ന് പറയണത് പലപ്പോഴും നേര് തന്നെ ആയിരിക്കണമെന്നില്ല. സങ്കല്പവും ഭാവനയും എല്ലാം കൂടി കുഴഞ്ഞു വരും. അതുകൊണ്ടല്ലേ കോടതി പോലും ഇതിന് തെളിവായിട്ട് കൂട്ടാതെ. സാറേ, കോടതി ഇപ്പൊ എങ്ങനെ കൂട്ടിയാലും റോബർട്ട് ഹൗസ് എന്ന ആ സായിപ്പിന്റെ ഈ വട്ട് പരീക്ഷണം കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ 88 വർഷം കഴിഞ്ഞിട്ടും ഒരു രാജ്യത്തും അതിനൊരു ഗ്രിപ്പ് കിട്ടുന്നില്ലല്ലോ സാറേ. കഷ്ടം തന്നെ. നിഴൽ അരുമ വെയിലിൽ പോയാലറിയാം. Thank you.